2024 ഫിലിം ഫെയർ അവാർഡുകൾ കഴിഞ്ഞ ദിവസം വിതരണം ചെയ്തുവല്ലോ. മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരം മമ്മൂക്കയാണ് മികച്ച നടനുള്ള ഫിലിം ഫെയർ അവാർഡിന് അർഹനായത്. എന്നാൽ ഈ വേദിയിൽ മമ്മൂക്ക എന്ന മികച്ച നടൻ ഒരു മികച്ച മനുഷ്യ സ്നേഹിയാണെന്നും തന്റെ സഹപ്രവർത്തകരോട് കാണിക്കുന്ന കരുതലിനും അവാർഡ് വേദി സാക്ഷിയായി. മികച്ച നടനുള്ള അവാർഡ് കൈപ്പറ്റുമ്പോൾ തന്റെ സഹപ്രവർത്തകരായ ആസിഫ് അലിയെയും ബേസിൽ ജോസഫിനെയും ആ അവാർഡിനോട് ചേർത്ത് നിർത്താനും അവർ തന്നേക്കാൾ ഒരു തരി പോലും താഴെയല്ല തന്റെ ഒപ്പമാണെന്ന് പറയാനും ആ മനുഷ്യൻ കാണിച്ച മനസ്സ് ആണ് മമ്മൂക്ക എന്ന നടനെ, മനുഷ്യ സ്നേഹിയെ, കരുതലിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം മികച്ച നടനുള്ള ഫിലിം ഫെയർ അവാർഡ് നേടിയ മമ്മൂക്കയുടെ 16 സിനിമകൾ ഏതൊക്കെയാണെന്ന്. ഫിലിം ഫെയർ അവാർഡ് മികച്ച നടന് വേണ്ടി പോപ്പുലർ കാറ്റഗറിയിൽ 13 പ്രാവശ്യമാണ് മമ്മൂക്ക നേടിയത്. ക്രിട്ടിക്സ് കാറ്റഗറിയിൽ 3 പ്രാവശ്യവും. 1984 അടിയൊഴുക്കുകൾ എന്ന സിനിമയിലൂടെയും 1985 യാത്ര എന്ന സിനിമയിലൂടെയും 1989 വടക്കൻ വീരഗാഥ എന്ന സിനിമയിലൂടെയും മമ്മൂക്ക ഫിലിം ഫെയർ അവാർഡ് നേടി. 1991 അമരം എന്ന സിനിമയിലൂടെയും 1997 ഭൂതക്കണ്ണാടിയിലൂടെയും 2001 അരയന്നങ്ങളുടെ വീട് എന്ന സിനിമയിലൂടെയുമാണ് മമ്മൂക്ക ഫിലിം ഫെയർ അവാർഡ് നേടിയത്. 2004 കാഴ്ച എന്ന ബ്ലസി ചിത്രത്തിലൂടെയും 2006 കറുത്ത പക്ഷികൾ എന്ന കമൽ സിനിമയിലൂടെയും മമ്മൂക്ക ഫിലിം ഫെയർ അവാർഡ് സ്വന്തമാക്കി. 2009 പാലേരി മാണിക്യവും 2010 പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ് എന്നീ സിനിമകളിലൂടെയാണ് മമ്മൂക്ക ഫിലിം ഫെയർ അവാർഡ് നേടിയത്. 2014 വർഷം എന്ന സിനിമയിലൂടെയും 2015 പത്തേമാരി എന്ന സിനിമയിലൂടെയും അവസാനമായി 2024 ബ്രഹ്മയുഗം എന്ന സിനിമയിലൂടെയുമാണ് മമ്മൂക്ക മികച്ച നടനുള്ള അവാർഡ് പോപ്പുലർ കാറ്റഗറിയിൽ കരസ്ഥമാക്കിയത്. മികച്ച നടനുള്ള ഫിലിം ഫെയർ അവാർഡ് ക്രിട്ടിക്സ് കാറ്റഗറിയിൽ 3 പ്രാവശ്യമാണ് മമ്മൂക്ക കരസ്ഥമാക്കിയത്. 2010 പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ് എന്ന സിനിമയിലൂടെയും 2023 നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയിലൂടെയും 2024 കാതൽ ദിക്കോർ എന്ന സിനിമയിലൂടെയും മമ്മൂക്ക ഫിലിം ഫെയർ അവാർഡ് ക്രിട്ടിക്സ് കാറ്റഗറിയിൽ കരസ്ഥമാക്കി. അപ്പോൾ നോക്കാം മമ്മൂക്കയ്ക്ക് ഇനിയും എത്ര ഫിലിം ഫെയർ അവാർഡുകൾ നേടാൻ സാധിക്കുമെന്ന്.